അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളായിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് വിട്ടു. അവിടെ അമ്മാതിരി തിരക്കായിരുന്നു, വരിക്കുന്ന ഒരറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ട് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, കുറച്ച് നേരം അത് കണ്ടു. പിന്നെ ഇഷ്ടംപോലെ ഗോപികമാരും കുട്ടികൃഷ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഫോട്ടോസ് എടുക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ മുമ്പിൽ വന്നിട്ട് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ആനയൊക്കെ കണ്ട് അവിടെ ഗോപികമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. നല്ല വെയിലായിരുന്നു, നട്ടപ്ര വെയിലത്ത് നിന്നിട്ടാണ് കുട്ടികൾ കളിച്ചത്. പിന്നെ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കയറി. ഏട്ടൻ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും ആനയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കണ്ടായിരുന്നു ഗോപികണ്ണൻ്റെ മുന്നിൽ നിന്നിട്ട്. ഇത് ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ആനയാണ് ഗോപികണ്ണൻ. അപ്പോൾ അത് കുട്ടി പാട്ടൊന്നും വെച്ചില്ല, അങ്ങനെ പാട്ട് പാടിയിട്ട് കളിക്കുകയും ചെയ്തത്. അപ്പോൾ അത് ഞങ്ങളും ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം വീണ്ടും ഞങ്ങളവിടെ ഓരോ കണ്ണന്മാരെയും കൃഷ്ണന്മാരെയും രാധമാരെയും ഒക്കെ കണ്ട് ആനയൊക്കെ കുറച്ച് നേരം കണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും എന്താ കുറേ ഇങ്ങനെയൊക്കെ കണ്ടു, കാവടിയൊക്കെ കണ്ടു. പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അതും കണ്ടു കുറച്ച് നേരം. ഇടയിലൊക്കെ കുറേ കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ഈ വേഷങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. ആൾ ഇന്നലെ 12 മണിക്ക് വരി നിൽക്കാൻ തുടങ്ങിയതാണ് തൊഴാൻ. ഇന്ന് രാവിലെ 9 മണിക്കാണ് തൊഴുത് ഇറങ്ങിയതെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോകുമ്പോൾ ഗോപിക നൃത്തങ്ങൾ വീണ്ടും കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. പിന്നെ വീണ്ടും ഞങ്ങളൊന്ന് മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും അടുത്ത ഗോപിക നൃത്തം, കൃഷ്ണനും രാധയൊക്കെ ആയിട്ടുള്ള നൃത്തം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കയറി ഒരു ഷോപ്പ് അന്വേഷിച്ച് കയറിയതായിരുന്നു. അപ്പോൾ ഈ ആനയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ വലുതായിട്ട് താമസിച്ചില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ടാറ്റാ.